കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. തീപിടിച്ച കെട്ടിടത്തിൽ ജില്ലാ ഫയർഫോഴ്സ് മേധാവിയുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം പരിശോധന നടത്തും. തീപിടുത്തത്തിന്റെ കാരണം ഉൾപ്പെടെ പരിശോധിക്കും. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. കെട്ടിടത്തിലെ കൂട്ടിച്ചേർക്കൽ അനുമതിയോടെയാണെന്നും പരിശോധിക്കും. വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുത്തുകൊണ്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ചേരും. ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയുണ്ടാകുമെന്നും മേയർ പറഞ്ഞു. സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പ്രതികരിച്ചു. രക്ഷാപ്രവർത്തനം വൈകിച്ചത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പോലീസ് തലത്തിലും അതുപോലെ തന്നെ അഗ്നിശമന രംഗത്തു നിന്നും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇവരെല്ലാം വിദഗ്ധമായ പരിശോധന നടത്തിയിട്ടേ കൃത്യമായി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇതിൻ്റെ തുടക്കം എന്താണെന്ന് അറിയാൻ കഴിയും. ഞങ്ങൾ വന്ന ശേഷം ഇങ്ങനെ അനുമതി കൊടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത് പരിശോധിക്കും. എല്ലാ ചെയർപേഴ്സൺസും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. അതിനുശേഷം അന്വേഷിച്ച ശേഷമേ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തുവിടാൻ സാധിക്കും. അല്ല, അതിനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ പരിശോധിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വീഴ്ച ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ ക്ലിയറിംഗ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അന്വേഷിക്കണം. എങ്ങനെയാണ് വീഴ്ചയുണ്ടത്, ആരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത്, എന്തുകൊണ്ടാണ് വീഴ്ചയുണ്ടായത്, ഇതാണല്ലോ നമുക്കറിയേണ്ടത്. അപ്പോൾ മാത്രമല്ലേ തിരുത്താൻ കഴിയൂ. അല്ലാണ്ട് വീഴ്ചയാണെന്ന് ഒരു പൊതു നിയമനത്തിലെത്തി വീഴ്ചയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു നിഗമനത്തിലെത്തണമെങ്കിൽ ഉത്തരവാദിത്വ ആരാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ വിശദമായ പരിശോധന. മറ്റേ നമ്മുടെ ഒരു നിഗമനമാണ്. ആ നിഗമനം തെറ്റല്ല, സ്വാഭാവികമായി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഉത്തരവാദികളാരാണ്, അതാണല്ലോ നമുക്ക് കണ്ടെത്തേണ്ടത്. ആ ഉത്തരവാദികളെ കണ്ടെത്തി അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കുക, പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ അത് മുന്നോട്ട് വെച്ച് അതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നത്. ഗവൺമെൻറ് ഈ കാര്യം ഗൗരവത്തിലാണ് കാണുന്നത്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ നിന്ന് ടി നന്ദഗോപാലും മുഹമ്മദ് ഷംസീറും ചേരുന്നു. നന്ദഗോപാലിലേക്ക്. നന്ദു, ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് കോഴിക്കോട് ഉണ്ടായ തീപിടുത്തം അത് പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞത്. ഇന്നിപ്പോൾ രാവിലെ ആ തീപിടുത്തത്തിന് ശേഷമുള്ള കാഴ്ച എന്താണ്? എത്ര കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നൊക്കെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ ഏതാണ്ട് 6 മണിക്കൂറിലധികം പരിശ്രമിച്ചാണ് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെ ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലുണ്ടായ തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. വല്ലാത്തൊരു ആശങ്കയിലൂടെയാണ് ഈ നഗരം മുഴുവനും കടന്നുപോയത്. ഉച്ചയ്ക്ക് വൈകിട്ട് ഒരു 4 മണിയോടുകൂടിയാണ് ഈ കെട്ടിടത്തിൽ നിന്നും പുക ആദ്യം ഉയർന്നത്. പിന്നീട് അത് ആളി പടരുകയായിരുന്നു. ആദ്യം ഒരു 2-3 യൂണിറ്റ് ഫയർഫോഴ്സ് മാത്രമാണ് ഇങ്ങോട്ട് എത്തിയത്. പക്ഷേ തീപിടുത്തത്തിന്റെ വ്യാപ്തി, ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി വളരെയധികം വലുതായിരുന്നു. അതോടുകൂടി മലപ്പുറത്ത് നിന്ന് ഉൾപ്പെടെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. രാത്രി 11 മണിയോട് കൂടിയാണ് പൂർണ്ണമായും തീ അണയ്ക്കാൻ സാധിച്ചത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ പുതിയ സ്റ്റാൻഡിൽ വാഹനങ്ങളൊക്കെ, ബസ്സുകളൊക്കെ വീണ്ടും ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുമുണ്ട്. പക്ഷേ കുറേയേറെ ചോദ്യങ്ങൾ ഈ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട ബാക്കി നിൽക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു മറുപടി ലഭിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഈ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ എത്തിയ സമയത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം ഈ കെട്ടിടം നിർമ്മാണം അത് പൂർണ്ണമായും അനധികൃതമാണ് എന്നുള്ളതാണ്. ഇതിന് മുകളിലേക്ക് ഈ ഷേഡ് ഉൾപ്പെടെ കൊട്ടിയടച്ച് അതൊരു ഗോഡൌൺ ആക്കി സൂക്ഷിച്ചു. അതുകൊണ്ട് ഫയർഫോഴ്സിന് തീ പിടിച്ചപ്പോൾ അത് അണയ്ക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഫയർഫോഴ്സിന് എവിടെ നിന്നും കൃത്യമായ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആരോപണം. അങ്ങനെ ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു എന്നുള്ളതാണ് ഇവരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. തത്വത്തിൽ മേയറും ഒപ്പം തന്നെ ഇവിടെ എത്തിയ മന്ത്രി എ.കെ. ശശീന്ദ്രനും ഈ കാര്യം സമ്മതിക്കുന്നുമുണ്ട്. ഇത്തരത്തിലൊരു പിഴവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ആരാണ് ഇതിന് കാരണക്കാരെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തും, ഒരു അന്വേഷണം നടത്തും. അതിനുശേഷമായിരിക്കും നടപടി ഉൾപ്പെടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇരുവരും ചൂണ്ടിക്കാട്ടിയ കാര്യം. അതോടൊപ്പം തന്നെ മേയർ പറയുന്നത് തന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതും ഒരു വിമർശനത്തിന് ഇടയാകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇത് കോർപ്പറേഷന്റെ കെട്ടിടമാണ്, നഗര ഹൃദയത്തിലുള്ള ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടത്തിൽ ഇത്തരത്തിലൊരു അനധികൃത നിർമ്മാണം നടന്നിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ മേയറുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുമുണ്ട്. ഏതായാലും ഒരു അനധികൃത നിർമ്മാണം നടന്നതാണ് ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി ഇത്രയും അധികം വർദ്ധിക്കാൻ കാരണമായത് എന്നുള്ളത് പറയുന്നുണ്ട്. ഒപ്പം എന്തായാലും ഈ രക്ഷാപ്രവർത്തനം, തീയണയ്ക്കാനുള്ള നടപടികൾ അത് ഏറെ മണിക്കൂറുകളെടുത്താണ് അത് പൂർത്തീകരിക്കാൻ സാധിച്ചത് എന്നതുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെ തീപിടുത്തമുണ്ടായി എന്നതുകൂടി അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഫയർഫോഴ്സ് ജില്ലാ മേധാവി അവിടെ എത്തി പരിശോധനയിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ?
ഉച്ചയോടുകൂടിയായിരിക്കും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇവിടെ ഈ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം ഇത്തരത്തിലൊരു അപകടം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്, കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തി പരിശോധന നടത്തും, പിന്നീട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ഒപ്പം തന്നെ ഇവിടെ നിന്നും എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടെ കണക്കാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇതൊരു സീസൺ സമയമാണ്. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള യൂണിഫോമുകൾ, പല സ്കൂളുകളുടെ യൂണിഫോമുകൾ സൂക്ഷിക്കുന്ന ഒരു ഗോഡൌൺ കൂടിയാണ്. അപ്പോൾ അതെല്ലാം പൂർണ്ണമായും കത്തി നശിച്ചു. പൂർണ്ണമായും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം കത്തി നശിച്ച നിലയിലാണ്. ഒപ്പം ഒരു വലിയ മെഡിക്കൽ ഷോപ്പ് കൂടെയുണ്ട്. ഈ മെഡിക്കൽ ഷോപ്പിന്റെ ഗോഡൌണും മറുവശത്തുണ്ട്. ആ ഗോഡൌണും പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. അപ്പോൾ എത്രത്തോളം നഷ്ടം സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ കണക്ക് ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ് വ്യാപാരികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. ഇതെല്ലാം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഒരു വ്യക്തമായ ചിത്രം ഈ വിഷയത്തിലൊക്കെ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. ഏതായാലും ഉച്ചയോടുകൂടിയായിരിക്കും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഈ പരിശോധനകളൊക്കെ നടക്കുക. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. അതിൽ ഈ അനധികൃത നിർമ്മാണം